ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ല ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, വെള്ളം കൂടി പോകാൻ പാടില്ല. ഇപ്പോൾ മാവ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് ഞാനിവിടെ ഷവർമയുടെ ഫില്ലിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചിക്കൻ പൊരിച്ചത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് അരിഞ്ഞതും കുക്കുംബർ അരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത് വെച്ച മാവ് എടുത്ത് ഓരോ ബോളാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വലുതാക്കി പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിയ ബോളാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇനി ഓരോ ഉരുളയും എടുത്തിട്ട് അല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ, അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ടിലുള്ള ഒരു ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും നടുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്ക് ആവാതെ വെച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് അല്പം മയോണൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുക, എന്നാലേ ഉള്ളൂ ഇതിൽ ഒലിച്ചു പോവാതിരിക്കുള്ളൂ. അപ്പോൾ മയോണൈസ് തിക്കാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേറൊരു പീസ് വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ സൈഡ് ഇതുപോലെ നമ്മൾ കയറൊക്കെ പിരിച്ചെടുക്കുന്ന ആ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈനായി കിട്ടും. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ സമൂസയൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ തന്നെ പൊരിച്ചെടുക്കുക. ഒരു സൈഡ് ആയി വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഷവർമയുടെ രുചിയിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്